ഗുഡ് മോർണിംഗ്. റീനാസ് എവർഗ്രീൻ ഗാർഡൻ. എൻ്റെ ആന്തൂറിയം കോർണറാണിത്. എൻ്റെ ആന്തൂറിയങ്ങളിൽ നന്നായി പൂക്കളുണ്ടാകുന്നുണ്ട്. എനിക്ക് ഡാർക്ക് റെഡ്, പിങ്ക്, ഓറഞ്ച് എന്നീ കളേഴ്സാണ് ആന്തൂറിയമുള്ളത്. ആന്തൂറിയം വളർത്താനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും വളരെ ഈസി. എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഓരോ പോട്ടിലും തിങ്ങി നിറഞ്ഞ് ആന്തൂറിയം 4-5 പ്ലാന്റ് ആകുമ്പോൾ അവയെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റും. കൂടുതൽ മൺചട്ടിയിലാണ് ഞാൻ ആന്തൂറിയം വളർത്താറ്. ചകിരിയും ഓടിൻ്റെ കഷ്ണങ്ങളും ഇട്ടാണ് ആന്തൂറിയം പ്ലാന്റ് ചെയ്യുന്നത്. വെള്ളം നന്നായി വാർന്നു പോകുന്ന ഹോൾസുള്ള പോട്ടുകളാണ് കൂടുതൽ. ഈ ആന്തൂറിയത്തിൽ ഇപ്പോൾ 4-5 പ്ലാന്റ്സ് ആയിട്ടുണ്ട്. ഈ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം. ഇത്രയും പ്ലാന്റ്സ് ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വേറെ വേറെ പോട്ടിലാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള മൺചട്ടികളാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. ഈ ഇത്രയും തിങ്ങി നിറഞ്ഞ് ഇതിൽ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വന്നാൽ കൂടുതൽ വളർച്ചയും കിട്ടില്ല, പൂക്കൾ കൂടുതലും ഉണ്ടാവുകയില്ല. അപ്പോൾ ഓരോ പ്ലാന്റ് മാത്രമാക്കി ഈ പ്ലാന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ വേറെ നടാം. 6 ഇഞ്ചോ 8 ഇഞ്ചോ പോട്ട് വലിപ്പമുള്ള പോട്ടുകളാണ് കൂടുതൽ എടുക്കാൻ നല്ലത്. ചകിരി പോട്ടിൻ്റെ ഉൾഭാഗത്തേക്ക് റൗണ്ടായി സ്ട്രെയിറ്റ് വെച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആന്തൂറിയം വെച്ച് അതിന്മേൽ കരിയും ഓടിൻ്റെ പീസസും ഇട്ട് ആ ചകിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ സർക്കുലേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ചകിരിയുടെ പീസസും ഓടിൻ്റെ പീസസും ഒക്കെ ഇടുന്നത്. വെള്ളം തീരെ കെട്ടി നിൽക്കാതെ വെള്ളം വാർന്നു പോകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് എയർ സർക്കുലേഷൻ, ചെടിക്ക് സ്ട്രെയിറ്റ് നിൽക്കാനുള്ള ഒരു ബലം ഈ ചകിരിയിൽ നിന്ന്. ഞാൻ ആന്തൂറിയത്തിന് വളം കൊടുത്ത് പരിപാലിക്കുന്നത് 1 വീക്കിൽ വൺസ് പഴത്തൊലിയും മുട്ടത്തോടും കൂടി അരച്ച് ആ പേസ്റ്റ് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് 1 മഗ് വീതം ഒഴിച്ചു കൊടുത്ത് ആണ് ഈ ആന്തൂറിയത്തെ പരിപാലിക്കുന്നത്. അതുപോലെ തന്നെ 2 മാസം കൂടുമ്പോൾ ചാണകപ്പൊടി ഉണക്കിയത് ഇട്ട് കൊടുക്കുക. ഈ പ്ലാന്റിന് അധികം കീടങ്ങളുടെ ആക്രമണമൊന്നും വരാറില്ല. വേര് ചെയ്യാതെ നോക്കിയാൽ മാത്രം മതി. ഈ സുന്ദരിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യവുമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും തണൽ കിട്ടുന്ന ഭാഗത്താണ് കൂടുതലും ആന്തൂറിയത്തെ വയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് ആന്തൂറിയത്തിൻ്റെ പരിപാലന രീതി ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാം.